ഏറെ സ്നേഹാധനികരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ കഴിവിൻ പരമാവധി ജീവിതത്തിൽ പുലർത്തുകയും മാതൃകായോഗ്യമായ ഒരു ജീവിതം നയിക്കുവാനുള്ള വസിയ്യത്ത് സ്വന്തത്തെ മറക്കാതെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഓരോ സൃഷ്ടിയും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആകാശഭൂമികളും ഈ പ്രപഞ്ചത്തിൻ്റെ മറ്റു ദൃഷ്ടാന്തങ്ങളും സൂര്യനും ചന്ദ്രനും വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് പെയ്യിപ്പിക്കുന്ന മഴയും അതുപോലെയുള്ള ഒട്ടനവധി അനുഗ്രഹങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെയും അതിനെ മാറ്റിമറിക്കുന്ന ചന്ദ്രനെയും പകലിനെയുമെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളായി എണ്ണിപ്പറയുകയാണ്. എന്നിട്ട് റബ്ബുൽ ഇസ്സത്ത് മനുഷ്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ പ്രപഞ്ച സൃഷ്ടിപ്പിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം അത് നിങ്ങൾ ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രം അല്ല റബ്ബുൽ ഇസ്സത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നേരെ മറിച്ച് നിങ്ങൾ റബ്ബിനോട് ചോദിക്കാതെ തന്നെ ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിൻ്റെ ചോദ്യം, വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹ്, നിങ്ങൾ ആവശ്യപ്പെട്ടതും അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, ആവശ്യപ്പെടാത്തത് ഒട്ടനവധി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വഇൻ തഅദ്ദൂ നിഅമതല്ലാഹ്, എന്നിട്ട് നിങ്ങൾ റബ്ബിൻ്റെ നിഅമത്തുകളെ എണ്ണി കണക്കാക്കുക, ഒന്നെണ്ണി നോക്കുക. അല്ലാഹു നമ്മോട് ആവശ്യപ്പെടുകയാണ്, ഒന്നെണ്ണി കണക്കാക്കൂ. പ്രപഞ്ചത്തിൽ സ്വന്തം ദേഹത്ത് തന്നെ റബ്ബ് തആല നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒന്ന് എണ്ണിക്കണക്കാക്കുക. ലാ തുഹ്സൂഹ, സാധ്യമല്ല. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്നൽ ഇൻസാന ലളൂമൻ കഫാർ, സൂറത്ത് ഇബ്രാഹിമിലെ ആയത്താണ്. നിശ്ചയമായും മനുഷ്യരെന്ന് പറയുന്നത് അക്രമകാരികളാണ്, നന്ദി കെട്ടവരാണ്. ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം സൃഷ്ടാവും സൃഷ്ടികൾക്കും ഇടയിൽ ഒരു മധ്യവർത്തിയുടെയും ആവശ്യമില്ലാതെ, ഒരു ഇടയാളിൻ്റെയും ആവശ്യമില്ലാതെ, എല്ലാ അനുഗ്രഹങ്ങൾക്കും നൽകിയതിൻ്റെ പിന്നിൽ ഒരാളുടെയും ഇടനിലക്കാരില്ലാതെയാണ് റബ്ബ് തആല ഇതെല്ലാം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉമ്മയുടെ വയറ്റിൽ നാം മാസങ്ങളോളം കിടന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ അല്ലാഹുവിൻ്റെ അനുഗ്രഹമല്ലാതെ മറ്റെന്താണുള്ളത്? ആരുടെയെങ്കിലും ഇടനിലക്കാരനായോ അല്ലെങ്കിൽ ശുപാർശകരായോ മധ്യവർത്തിയായോ റബ്ബിനെ സമീപിച്ചിട്ടുണ്ടോ? ഈ ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ആ അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കുവാൻ ആരുടെയെങ്കിലും ഇടപെടലുണ്ടോ എന്ന് മനുഷ്യബുദ്ധിയെ തട്ടി ഉണർത്തിക്കൊണ്ട് അല്ലാഹുവിൻ്റെ ചോദ്യമാണ്. 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ അതിലെ 14-ാമത്തെ ആയത്തിൽ 7 ഘട്ടങ്ങളിലായിട്ടാണ് മനുഷ്യന്റെ ആ രൂപത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തും മിൻ തീൻ, മനുഷ്യരെ കളിമണ്ണിന്റെ സത്തയിൽ നിന്നും നാം സൃഷ്ടിച്ചിരിക്കുകയാണ്. സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മക്കീൻ, പിന്നെ നാം ഒരു ബീജമായി അവനെ നാം ഒരു ഭദ്രമായ സ്ഥലത്ത് നാം അവനെ വച്ചുവെന്നാണ്. സുമ്മ ഖലഖനൻ നുത്ഫത അലഖതൻ, ശേഷം ഭ്രൂണത്തെ സൃഷ്ടിച്ചുവെന്നാണ്, ഒരുതരം ഒട്ടിപ്പിടിക്കുന്ന വസ്തുവായി. ഫഖലഖനൽ അലഖത മുദ്അ, ആ ഒട്ടിപ്പിടിക്കുന്നതിനെ ഒരുതരം മാംസമുണ്ടമായി നാം സൃഷ്ടിച്ചു. ഫഖലഖനൽ മുദ്അത ഇളാമാ, പിന്നെ ആ മാംസപിണ്ഡത്തെ ഒരുതരം അസ്ഥിയാക്കി നാം സൃഷ്ടിച്ചു. ഫകസൗനൽ ഇളാമ ലഹ്മാ, എന്നിട്ട് നാം ആ അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, പിന്നീട് നാം അവനെ രൂപാന്തരപ്പെടുത്തി മറ്റൊരു സൃഷ്ടിയായി റബ്ബ് തആലയുടെ
ആ കൃത്യമായിട്ടുള്ള ഇടപെടൽ 7 ഘട്ടങ്ങളിൽ കൂടിയാണ് ഈ ഒരൊറ്റ ആയത്തിൽ നിന്നും മനുഷ്യന്റെ രൂപാന്തരത്തെ കുറിച്ച് റബ്ബുൽ ഇസ്സത്ത് പ്രതിപാദിച്ചുകൊണ്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു അനുഗ്രഹ സമ്പൂർണനാണ്. അത്ഭുതമാണ് ഈ ആയത്തിൽ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യന്റെ രൂപീകൃതമായി ബന്ധപ്പെട്ടുകൊണ്ട് കളിമണ്ണിന്റെ സത്തയിൽ നിന്നും സൃഷ്ടിച്ച റബ്ബ് തആല ഒരു മനുഷ്യന്റെ രൂപീകരണത്തിൽ കൃത്യമായി 7 ഘട്ടങ്ങളിലായി റബ്ബുൽ ഇസ്സത്ത് അതിൻ്റെ ഉപയോഗമാണ്, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെയാണ് ഈ ആയത്തിൽ കൂടെ റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ അനുഗ്രഹങ്ങളെല്ലാം നാം ആവശ്യപ്പെട്ടത് കൊണ്ടാണോ സഹോദരങ്ങളെ? അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ, നമ്മുടെ പിതാവ് അള്ളാഹുവിനോട് ചോദിച്ചത് കൊണ്ടാണോ ഇതെല്ലാം നടക്കുന്നത്? അത് റബ്ബിൻ്റെ ഒരു ക്രയവിക്രയമാണ്, റബ്ബിൻ്റെ ഒരു തർത്തീബാണ്. ഇത് അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കും അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കുമുള്ള ഒരു ദൃഷ്ടാന്തമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 3 മുതൽ 16 വരെയുള്ള ആയത്തുകൾ എടുത്തൊന്ന് വായിക്കണം സഹോദരങ്ങളെ. പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ഇസ്സത്ത് മനുഷ്യരാശിക്ക് നൽകിയ, ഈ ഭൂമിക്ക് നൽകിയ, ഈ ഭൂമിയുടെ നിലനിൽപ്പിന് തന്ന അനുഗ്രഹത്തെ സംബന്ധിച്ച് ഈ ആയത്തിൽ കൃത്യമായി പ്രതിപാദിക്കുകയാണ്. എന്നിട്ട് റബ്ബ് തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖു അഫലാ തദക്കറൂൻ. അപ്പോൾ സൃഷ്ടിച്ചവൻ സൃഷ്ടിക്കാത്തവനെ പോലെയാണോ എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? മനുഷ്യരെ നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? ആ ആയത്തിന്റെയും അവസാനം വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹ്, ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾ ഒന്ന് എണ്ണിക്കണക്കാക്കുമോ? സാധ്യമല്ല, സാധ്യമല്ല എന്ന് റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. നിങ്ങളുടെ ഭൂമിയിൽ, നിങ്ങൾ അധിവസിക്കുന്ന ഭൂമിയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വഫിൽ അർളി ആയാതുൽ ലിൽ മുഖിനീൻ, ദൃഢമായി വിശ്വസിക്കുന്നവർക്ക് ഭൂമിയിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ചിന്തിക്കുക മനുഷ്യരെ, ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കുവാൻ, ബാലൻസ് തെറ്റാതിരിക്കുവാൻ പർവ്വതത്തെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒട്ടനവധി ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്നെ കാണുവാൻ സാധിക്കും എന്ന് പറഞ്ഞ റബ്ബ് തആല മനുഷ്യരോട് ചോദിക്കുകയാണ്, മനുഷ്യരെ വഫീ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഫലാ തുബ്സിറൂൻ, ഒന്ന് കണ്ണു തുറന്ന് നോക്കൂ. മനുഷ്യരെ, ചിന്തിക്കുവാൻ കഴിവുള്ളവരെ, നിങ്ങളുടെ സ്വന്തം ദേഹത്തെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ആന്തരികമായതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മുടെ ഓരോ അവയവങ്ങളിലും അടങ്ങിയിരിക്കുന്ന അത്ഭുത പ്രതിഭാസങ്ങൾ, നാസ്വാദ്വാരത്തിലെ രോമങ്ങൾ പോലും ഒരു അനുഗ്രഹമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയാണ് ആധുനിക ശാസ്ത്രം. കൺപീലിയുടെ പിരികങ്ങൾ മഹാത്ഭുതമാണ്. വിരൽത്തുമ്പിലെ നമ്മുടെ അടയാളങ്ങൾ മഹാ അത്ഭുതമാണ്. ആന്തരികമായിട്ടുള്ള അത്ഭുതങ്ങൾ അതിലേറെ ജിജ്ഞാവഹമാണ്. അല്ലാഹുവിൻ്റെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒന്ന് വിലയിട്ട് നോക്കിയാൽ വിശ്വാസികളെ, അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ആ അനുഗ്രഹങ്ങൾ എത്ര വലുതാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ കൂടി റബ്ബുൽ ഇസ്സത്ത് നമ്മോട് ചോദിക്കുകയാണ്. ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ റബ്ബുൽ ഇസ്സത്ത്, ഈ നിഅമത്തുകളെല്ലാം നിങ്ങൾ ആവശ്യപ്പെട്ടതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ അനുഗ്രഹദാതാവ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് അവനെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. യാ അയ്യുഹന്നാസ് ഉബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച റബ്ബിന് വേണ്ടി നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് വിശുദ്ധ ഖുർആനിലെ ദശക്കണക്കിന് ആയത്തുകളിൽ കൂടി റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. ആ റബ്ബിന് നിങ്ങളുടെ അന്നം ആവശ്യമില്ല. മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. മനുഷ്യരെ, നിങ്ങളിൽ നിന്ന് ഒരു ഉപജീവനവും നാം ആവശ്യപ്പെടുന്നില്ല, നാം ഉദ്ദേശിക്കുന്നില്ല.
എനിക്ക് ഭക്ഷണം നൽകുവാനും നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ എനിക്ക് നൽകേണ്ടത് നന്ദിയായിട്ട് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് അവനെ അനുസരിച്ചുകൊണ്ട് ഇബാദത്താകുന്ന മുഴുവൻ ഘടകങ്ങളും അവന് വേണ്ടി മാത്രം സമർപ്പിക്കുവാൻ വേണ്ടിയാണ് റബ്ബുൽ ഇസ്സത്ത് മനുഷ്യരോടും ജിന്നുകളോടും ആവശ്യപ്പെടുന്നത്. അവർക്ക് മാത്രമേ അഖലുള്ളൂ, അവർക്ക് മാത്രമേ ഇഖ്തിയാറുള്ളൂ, തിരഞ്ഞെടുക്കുവാനുള്ള ഒരു കഴിവ്, വിവച്ഛേദിച്ചറിയുവാനുള്ള ഒരു വിശേഷ ബുദ്ധി ഇവർക്ക് മാത്രമേ റബ്ബ് തആല നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് മനുഷ്യരെ മുഴുവൻ നേരവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ജീവിക്കുന്നതോടൊപ്പം തന്നെ അവനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അവനെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണമെന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ താല്പര്യമാണ്. അത് ഇഖ്തിയാറാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുക്കുവാനുള്ള ഒരു ചോയ്സ് റബ്ബുൽ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങളൊന്നും തന്നെ റബ്ബിനെ ഇബാദത്ത് ചെയ്യാതെ അവനെ ധിക്കരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിൽ അവൻ ഗനിയാണ്, ഹമീദാണ്, അവൻ ഒരു കോട്ടവും സംഭവിക്കുകയില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നതായി സൂറത്ത് ഇബ്രാഹിമിലെ 8-ാമത്തെ ആയത്തിൽ കാണാം, ഇൻ തക്ഫുറു അൻതും വമൻ ഫിൽ അർളി ജമീഅ. ഭൂമിയിലുള്ള സകലം റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നന്ദികേട് കാണിക്കുകയാണെങ്കിലും ഫഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്, അവൻ പരാശ്രയമുക്തനാണ്, അവൻ സ്തുത്യർഹനാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ കൂടി റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ റബ്ബ് തആല നമ്മോട് ആവശ്യപ്പെടുന്നത് ഇബാദത്തുകൾ മുഴുവനും അല്ലാഹുവിനായിരിക്കണം. നമസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും പ്രാർത്ഥനയും നേർച്ചയും വഴിപാടും ഇതെല്ലാം ഇബാദത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞതായി നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ഇബാദത്ത്. തെളിവായി വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തും ഓതുകയാണ്, സൂറത്തുൽ ഗാഫിറിലെ 60-ാമത്തെ ആയത്ത്, വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങൾ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങൾക്ക് നാം ഉത്തരം നൽകും. എന്നോട് പ്രാർത്ഥിക്കാതെ ദുആ ആകുന്ന ആ ഇബാദത്ത് അഹങ്കാരത്തോടുകൂടി ആരാണോ വിമുഖത കാണിക്കുന്നവൻ നിന്യമായ നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളെ പഠിപ്പിച്ചത്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധനയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥന അത് ആരാധനയാണ്. വിശുദ്ധ ഖുർആനിലെ മറ്റൊരു തെളിവാകട്ടെ 46-ാം അധ്യായം സൂറത്തുൽ അഹ്ഖാഫിലെ 5-6 ആയത്തുകളാണ്. ഏറ്റവും വഴിപിഴച്ചവർ ആരെന്നറിയുമോ? വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം കാഫിരീൻ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഏറ്റവും വഴിപിഴച്ചവൻ അള്ളാഹുവിനെ കൂടാതെ ആരാണോ പ്രാർത്ഥിക്കുന്നത്, റബ്ബിനെ വിട്ടുകൊണ്ട് ആരോടാണോ പ്രാർത്ഥിക്കുന്നത്, ആ വിഭാഗം ഏറ്റവും വഴിപിഴവിലാണ്, ഏറ്റവും പിഴവിലാണ് അവർ സംഭവിച്ചിരിക്കുന്നത്. ഖിയാമത്ത് നാൾ വരെയും ഉത്തരം നൽകാത്തവരോടാണോ മനുഷ്യരെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ വഴികെട്ടവരാണ്, ദുർമാർഗികളാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ഇവിടെയും പ്രാർത്ഥന എന്നുള്ളത് അത് ആരാധനയാണ്, അത് ദുആയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. വഇദാ ഹുശറന്നാസ് കാനൂ ലഹും അഅദാ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. നാളെ പരലോകത്ത് നിങ്ങൾ ദുനിയാവിൽ ചെയ്ത ആരാധനകളെ, ദുനിയാവിൽ ചെയ്ത പ്രാർത്ഥനകളെ ആരോടാണോ നിങ്ങൾ പ്രാർത്ഥിച്ചത് അവർ നിഷേധിക്കുകയും ചെയ്യുമെന്ന് ഈ ആയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ, ഈ പ്രാർത്ഥന അത് ഇബാദത്താണ്. നോക്കൂ, വിശുദ്ധ ഖുർആനിലെ ദശക്കണക്കിന് ആയത്തുകളിൽ കൂടി സന്മാർഗം കാണിച്ചു തരാൻ ഭുവനത്തേക്ക് വന്ന അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ ജീവിതത്തിലെ നൈരന്തര്യമായിട്ടുള്ള പ്രാർത്ഥനകൾ എല്ലാം റബ്ബിനോടായിരുന്നു.
ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാം, അവരുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅറാഫിലെ 23-ാമത്തെ ആയത്തിൽ കാണാം. അവരാണല്ലോ ആദിമ മനുഷ്യർ. ആദ്യത്തെ പ്രവാചകനായിരുന്നുവല്ലോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹുവിനെ അനുസരണം കാണിക്കുന്നതിൽ ഒരു വിഘ്നം നേരിട്ടപ്പോൾ റബ്ബിനോട് പ്രാർത്ഥിച്ചത് ഖാലാ റബ്ബനാ വലംനാ, അള്ളാഹുവേ ഞങ്ങൾ രണ്ടുപേരും നിന്നോട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ അക്രമം ചെയ്തു പോയി, നീ ഇത് പുറത്തു തന്നില്ല എങ്കിൽ ഞങ്ങൾ പരാജിതരുടെ കൂട്ടത്തിലാകും എന്നുള്ള പ്രാർത്ഥന ആദ്യത്തെ മനുഷ്യന്റെയും ആദ്യത്തെ പ്രവാചകന്റെയും പ്രാർത്ഥന റബ്ബിനോടായിരുന്നു. നോക്കൂ, രോഗത്തിൽ നിന്നും രക്ഷ നേടുവാൻ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വഅയ്യൂബ ഇദ നാദാ റബ്ബഹു അന്നി മസ്സനി യദുർ വഅൻത അർഹമുർ റഹീമീൻ. സൂറത്തുൽ അംബിയായിലെ 83-ാമത്തെ ആയത്തിൽ 18 വർഷക്കാലം നീണ്ട പരീക്ഷണത്തിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് ആ പ്രവാചകൻ റബ്ബിനോടായിരുന്നു പ്രാർത്ഥിച്ചത് എന്ന് ഈ ആയത്തിൽ കൂടെ റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. ആപത്തിൽ നിന്നും രക്ഷപ്പെടുവാനായി മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ ഇരുട്ടറകളിൽ കിടന്നുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് അതേ അധ്യായത്തിലെ 87-ാമത്തെ ആയത്തിൽ ഫനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ജീവിതത്തിന്റെ അഭിലാഷമാണ് ഒരു സന്താന സൗഭാഗ്യം. ആരോടായിരുന്നു ഇബ്രാഹിം നബിയും സക്കരിയ നബിയും പ്രാർത്ഥിച്ചിരുന്നത്? വ്യക്തമായി വിശുദ്ധ ഖുർആനിലെ 37-ാം അധ്യായം സൂറത്തു സ്വാഫാത്ത് 100-ാമത്തെ ആയത്ത്, 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാൻ 37-ാമത്തെ ആയത്ത്, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉ ദുആ. എല്ലാം റബ്ബിനോട്. കാഴ്ച നഷ്ടപ്പെട്ട മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ഇന്നമാ അശ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്, ദുഃഖവും വ്യസനവും ആ റബ്ബിനോട് സങ്കടം പറഞ്ഞു വന്നാണ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇനി ഔലിയാക്കന്മാരുടെ ചരിത്രം നോക്കൂ. വിശുദ്ധ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ ഔലിയാക്കന്മാർ സൂറത്തുൽ കഹ്ഫിലെ 10-ാമത്തെ ആയത്തിൽ കാണാം. ഗുഹയിൽ അഭയം പ്രാപിച്ച അല്ലാഹുവിന്റെ വലിയുകൾ അതിൽ നിന്നും രക്ഷ നേടുവാനും റബ്ബിനോട് പ്രാർത്ഥിച്ചത് ഈ ആയത്തിൽ കാണാം. ഫഖാലു റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹജ്ജ് ലനാ മിൻ അംരിനാ റശദാ. അല്ലാഹുവേ, നിന്റെ പക്കൽ നിന്നുള്ള ഒരു കാരുണ്യം നീ ഞങ്ങൾക്ക് ഓശാരമായി നൽകണം, സന്മാർഗം കാണിച്ചു തരികയും വേണം റബ്ബേ എന്ന് ഔലിയാക്കന്മാരുടെ പ്രാർത്ഥന റബ്ബിനോട്. സ്വർഗം കൊണ്ട് സവിശേഷ വാർത്ത അറിയിക്കപ്പെട്ട മഹദിമാരുടെ പ്രാർത്ഥന സൂറത്തു തഹരീമിലെ 11-ാമത്തെ ആയത്തിൽ കാണാം. ഫിർഔന്റെ ബീവിയായിരുന്ന നമ്രൂദിന്റെ ഭാര്യയായിരുന്ന ആസിയ റളിയല്ലാഹു അൻഹ, ഇവരുടെ ഒരു പ്രാർത്ഥന, വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. എല്ലാം അക്രമിയായ ഫിർഔന്റെയും അവന്റെ ആളുടെയും ആ അക്രമത്തിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാഹ്, നിന്റെ ഔദാര്യമായ സ്വർഗത്തിൽ ഒരു ഇടം തരണേ അല്ലാഹ് എന്നുള്ള ബീവിമാരുടെ പ്രാർത്ഥനയും റബ്ബിനോടായിരുന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ ഒരു ഘട്ടം ബദർ യുദ്ധം. അത് നടക്കുന്നതിന് മുമ്പ് റബ്ബുൽ ഇസ്സത്തിനോട് ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് റബ്ബ് തആലയോട് പ്രാർത്ഥിക്കുന്നത് ചരിത്രത്തിൽ കാണാം. സൂറത്തുൽ അൻഫാൽ 8-ാമത്തെ ആയത്തിൽ കൂടി ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. റബ്ബിനോട് ഇസ്തിഗാസ മുഴുവനും അല്ലാഹുവിനോട്, ജീവിതത്തിൽ വിശ്വാസികളോട് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നത് സൂറത്തുൽ ബഖറയുടെ 201-ാമത്തെ ആയത്തിൽ വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എല്ലാം റബ്ബിനോട്. ഇനി നോക്കൂ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ദിനചര്യ എത്രമാത്രം കൃത്യമായി ഹദീസുകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. രാവിലെ ഉറക്കമെണീക്കുന്നത് മുതൽ രാത്രി ശയ്യയിൽ
ഉറക്കത്തിലേക്ക് പോകുന്നത് വരെയുള്ള ജീവിതത്തിലെ വ്യത്യസ്തമായ ഇടങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെല്ലാം റബ്ബിനോട്, ഇലാഹിനോട്, അള്ളാഹുവിനോട് ഒരു പ്രാർത്ഥന പോലും റബ്ബല്ലാത്ത മുൻകഴിഞ്ഞു പോയ മറ്റൊരു പ്രവാചകന്മാരോടുമില്ല. മുൻകഴിഞ്ഞു പോയ ഏതെങ്കിലും മഹത്തുക്കളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള ഒരു പ്രാർത്ഥന അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്നും സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടതായി ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഇത് കൃത്യമാണ് സഹോദരങ്ങളെ. ഇതാണ് മുശ്രിക്കുകളെ അസ്വസ്ഥരാക്കിയത്. ജീവിതത്തിൽ മുഴുവനും റബ്ബിനോടായിരിക്കണം നിങ്ങളുടെ തേട്ടങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ ദുആകളും എന്നുള്ള ധീരോദാത്തമായ നിലപാട് പ്രഖ്യാപിച്ച പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യേറ്റം ചെയ്ത മുശ്രിക്കുകൾ, കൊഞ്ഞനം കുത്തിയ മുശ്രിക്കുകൾ, ഊരുവലക്കിട്ട മുശ്രിക്കുകൾ, ഭ്രഷ്ട് കൽപ്പിച്ച മുശ്രിക്കുകൾ, അവരുടെ ചരിത്രം വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 45-ാമത്തെ ആയത്തിൽ കാണാം. അല്ലാഹുവിനോട് മാത്രം എന്ന് പറയുമ്പോഴേക്കും അവർക്ക് അസ്വസ്ഥതയുണ്ടാവുകയാണ്. റബ്ബിനെ കുറിച്ച് മാത്രം പറയപ്പെട്ടാൽ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെ മനസ്സുകൾ വല്ലാതെ ബേജാറാകുമെന്നാണ്, അസ്വസ്ഥരാകുമെന്നാണ്. ഇനി അള്ളാഹിനെ കൂടാതെ ഏതെങ്കിലും ഒരു ശൈഖിനെ കൂടി പറഞ്ഞുകൊള്ളുക, ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞുകൊള്ളുക, ഏതെങ്കിലും മഹാന്മാരെ കുറിച്ച് പറഞ്ഞാലോ ഇതാഹുൻ സന്തോഷമാവുകയാണ്. ഇത് മുശ്രിക്കുകൾക്കുണ്ടായ ഒരു സ്വഭാവമാണ്, അവരുടെ നിലപാടാണ്. അള്ളാഹുവിനെ കുറിച്ച് മാത്രം പറയപ്പെട്ടാൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ സമൂഹം മുതൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹം വരെ ഈ സ്വഭാവം നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ പറഞ്ഞു നോക്കൂ സമൂഹത്തോട്, അള്ളാഹുവിനോട് മാത്രം നിങ്ങളുടെ പ്രാർത്ഥന എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കുക. അവർ ബേജാറാവുകയാണ്, അവർ അസ്വസ്ഥരാവുകയാണ്, അവർ സഹിക്കുവാൻ കഴിയുകയില്ല, അവർക്ക് പൊറുക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളൂ, റബ്ബിനെ മാത്രം എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സുകൾക്ക് വല്ലാതെ വിള്ളൽ കൊള്ളുകയാണ്, അസ്വസ്ഥതയാണ്. എന്ന് മാത്രമല്ല, എത്രത്തോളം എന്നറിയുമോ പ്രിയമുള്ള സഹോദരങ്ങളെ, റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ചിരുന്നവരായിരുന്നു അമ്പിയാക്കന്മാർ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ. ഈ ഒരു ആദർശം ജനങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് അമ്പിയാക്കന്മാർ ഈ ലോകത്ത് വന്നത്. ഇത് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് സ്വാലിഹീങ്ങൾ ലോകത്ത് വന്നത്. എന്നാൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല. ഈ കയ്യിലിരിക്കുന്ന പുസ്തകമുണ്ടല്ലോ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതന്റെ ഒരു പുസ്തകമാണ്. ഷെയ്ഖുൽ അസാതീർ എന്നൊക്കെയാ അവരെ വിശേഷിപ്പിക്കുക. മഹാപ്രതിഭാധനനായ ഒരു പണ്ഡിതൻ എന്ന അദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിക്കുക. അവ്യക്തത ഒഴിവാക്കുവാൻ പറയുകയാണ് ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ. ഈ തടിച്ച പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ? അദ്ദേഹത്തെ കുറിച്ച് വിശേഷണം പറയണമെങ്കിൽ തന്നെ ഈ മനുഷ്യർ, ഈ പണ്ഡിതനെ കുറിച്ച് അവർ പറഞ്ഞിരിക്കുകയാണ്, ഇതുപോലെ ഹദീസുകളുടെ വിജ്ഞാനത്തിന്റെ ശേഖരം പതറിയ അല്ലെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങിയ ഒരു മഹാപണ്ഡിതനെ വേറെ കാണുകയില്ല. അങ്ങനെയുള്ള വിശേഷണം പറഞ്ഞ ഈ പണ്ഡിതൻ എഴുതി വച്ചിരിക്കുന്നത് നോക്കൂ. നേരിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മതി, റസൂലിനെ ഇടയാളനാക്കുന്നത് എന്തിന് എന്ന വഹാബി മൗദൂദി ചിന്തകൾ മുനാഫിഖുകളുടെ വിശ്വാസമായിരുന്നു. നഊദു ബില്ലാഹ്. അള്ളാഹുവിൽ ശരണം തേടുക ഈ പുരോഹിതന്മാരിൽ നിന്നും. അമ്പിയാക്കന്മാരെല്ലാം പഠിപ്പിച്ച ആദർശം ജീവിതത്തിൽ റബ്ബിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. സ്രഷ്ടാവിനും സൃഷ്ടികൾക്കും ഇടയിൽ ഒരു മധ്യവർത്തിയുടെയും ആവശ്യമില്ല എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അജയ്യമായ തൗഹീദിനെ കൊഞ്ഞനം കുത്തുകയാണ് ഈ പണ്ഡിതൻ. ഇടയാളനെ വേണം, ഇടയാളനെ വേണ്ട എന്ന് പറയുന്നവർ മുനാഫിഖുകളാണ് എന്ന് ഈ പണ്ഡിതൻ പറയുകയാണ്. ഇത് നോക്കൂ, ഇതൊരു ചെറിയ ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഈ നിലപാടിനെ കുറിച്ച് ഈ പണ്ഡിതന്മാർ എന്താണ് പറയുന്നത്? കൃത്യമാണ് ഈ വിഷയം. നോക്കൂ, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ്. മഅദല്ലാഹ്. വിശ്വാസികളെ ഞെട്ടലുളവാക്കുന്നില്ലേ?
വിശ്വാസികളെ ഹൃദയം നടുങ്ങുന്നില്ലേ? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന നിലപാട് അത് ഇബ്ലീസിന്റെ പ്രമേയമാണ് പോലും. അള്ളാഹുവിനോട് ഇടയാളന്മാരെ വയ്ക്കാതെ നേരിട്ട് പ്രാർത്ഥിക്കുന്നത് അത് മുനാഫിക്കുകളുടെ നിലപാടാണ് എന്ന് ഈ പണ്ഡിതന്മാർ പറയുമ്പോൾ, അതാണല്ലോ നാം കഴിഞ്ഞ ദിവസം വാർത്താമാധ്യമങ്ങളിലേക്ക് ചർവണങ്ങളായി ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ അനുയായികളോട് പറഞ്ഞ ഒരു കമന്റ് എന്തായിരുന്നു? അള്ളാഹുവിനോട് ചോദിക്കുവാൻ ഞാനൊരു ഇടയാളിനെയും ഞാൻ വെക്കുകയില്ല, അതാണ് വേണ്ടത്. റബ്ബിനോട് നേരിട്ട് പ്രാർത്ഥിക്കൂ എന്നുള്ള അമ്പിയാക്കന്മാരുടെ ആ നിലപാട് പറഞ്ഞപ്പോഴേക്കും അസ്വസ്ഥരാവുകയാണ് ഇവിടത്തെ സമസ്തക്കാർ. മനസ്സിനെ വല്ലാതെ കുത്തി മുറിവേൽപ്പിക്കുന്ന ഒരു പ്രസ്താവനയായിപ്പോയി എന്ന് അവർ നേതാക്കന്മാർക്ക് പരാതി നൽകിയത്രേ. നിലക്ക് നിർത്തണം, ഈ രാഷ്ട്രീയ ജനറൽ സെക്രട്ടറിയെ PMA സലാമിനെ നിലക്ക് നിർത്തണം. അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുക എന്നുള്ളത് യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസമല്ല, ഇടയാളന്മാരാണ് ഇസ്ലാമിന്റെ തനതായ വിശ്വാസം എന്ന് ഇവർ പരാതി കൊടുത്തിരിക്കുകയാണ് അവരുടെ നേതാക്കന്മാരോട്. മനസ്സുകൾ അസ്വസ്ഥരാവുകയാണ്. മുശ്രിക്കുകൾക്കുണ്ടായ അതേ നിലപാട് ഇന്നും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു ആദർശമാണോ ഈ സമൂഹത്തെ പഠിപ്പിച്ചത്, ആ ആദർശം ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. വിശ്വാസിനികളെ, നമ്മുടെ നിലപാട് ആരൊക്കെ നമ്മെ പിന്തുണച്ചില്ല എങ്കിലും, ആരൊക്കെ നമ്മെ സഹായിച്ചില്ല എങ്കിലും, റബ്ബിന്റെ വഹദാനിയത്ത് ഉയർത്തിപ്പിടിക്കുന്ന വിശ്വാസികളെ, റബ്ബ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസമായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ കൈമുതൽ. അല്ലാഹു അത്തരം മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.